VBY-ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് എന്ന മൊഡ്യൂളിലെ ബിൽഡിംഗ് ബൈലോസ് എന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, ടേംസ് റിലേറ്റഡ് ടു ബൈലോസ്, റിക്വയർമെൻറ്റ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC, റിക്വയർമെൻറ്റ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ലോക്കൽ ബൈലോസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബൈലോസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ്, ദെൻ NBC അനുസരിച്ച് ബിൽഡിങ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ ലോക്കൽ ബൈലോസ് അനുസരിച്ച് ബിൽഡിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ്. നമുക്കറിയാം ബിൽഡിംഗ് എന്ന് പറയുന്നത് 3 പാർട്സ് അടങ്ങിയ ഒരു സ്ട്രക്ചറാണ്: ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചർ, റൂഫ്. ഇത് നമുക്ക് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് നോക്കാം. ഒക്യുപ്പൻസി അനുസരിച്ച് വരുന്ന ക്ലാസിഫിക്കേഷൻസ്: ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ, ഗ്രൂപ്പ് B എഡ്യൂക്കേഷണൽ, ഗ്രൂപ്പ് C ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഗ്രൂപ്പ് D അസംബ്ലി, Group E business, Group F mercantile, includes both retail and wholesale stores. Group G industrial, includes low, moderate and high fire hazard. Group H storage, Group I hazardous. അപ്പോൾ ഇത്രയുമാണ് ബിൽഡിങ്ങിൻ്റെ ടൈപ്സ് വരുന്നത്. ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. Group A residential buildings. These include any building in which sleeping accommodation is provided for normal residential purposes with or without cooking or dining or both facilities except any building classified under Group C. നോർമൽ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി സ്ലീപ്പിംഗ് അക്കോമഡേഷനും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിനെയാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കുക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ദെൻ ഡൈനിങ് ഫെസിലിറ്റീസ് അതുപോലെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കുക്കിങ്ങും ഡൈനിങ് ഫെസിലിറ്റീസും കൂടെ ഇൻക്ലൂഡഡ് ആയ ബിൽഡിങ്സും ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ ഈ ഒരു ഗ്രൂപ്പ് A ബിൽഡിങ്ങിലെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Subdivision A-1 ലോഡ്ജിംഗ് ഓർ റൂമിംഗ് ഹൗസസ്. This include any building or group of buildings under the same management in which separate sleeping accommodation for a total of not more than 40 persons or transient or permanent basis with or without dining facilities but without cooking facilities for individuals is provided. Subdivision A-1ൽ വരുന്നത് ലോഡ്ജിംഗ് ഓർ റൂമിംഗ് ഹൗസസ് ആണ്. ഇവിടെ മാക്സിമം 40 പേഴ്സൺസിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് സ്ലീപ്പിംഗ് അക്കോമഡേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിത്ത് ഓർ വിത്തൗട്ട് ഡൈനിങ് ഫെസിലിറ്റീസ്. പക്ഷേ ഇവിടെ ഇൻഡിവിജ്വൽസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദെൻ ഇതിന് എക്സാമ്പിൾസ് ആണ് ഇൻസ്, ക്ലബ്സ്, മോട്ടൽസ്, ഗസ്റ്റ് ഹൗസസ്. ദെൻ സെക്കൻഡ് സബ് ഡിവിഷനാണ് Subdivision A-2 1 or 2 family private dwellings. These include any private dwelling which is occupied by members of 1 or 2 families and has a total sleeping accommodation for not more than 20 persons. ഇവിടെ 1-2 ഫാമിലീസിന് വേണ്ടിയുള്ള പ്രൈവറ്റ് ഡ്വെല്ലിങ്സ് ആണ് ഉൾപ്പെടുന്നത്. ഇവിടെ മാക്സിമം 20 പേഴ്സൺസിന് വേണ്ടിയുള്ള സ്ലീപ്പിംഗ് അക്കോമഡേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് Subdivision A-3 ഡോർമിറ്ററീസ്. These include any building in which group sleeping accommodation is provided with or without dining facilities for persons who are not members of the same family in one room or a series of closely associated rooms under joint occupancy and single management. Subdivision A-3ൽ വരുന്നതാണ് ഡോർമിറ്ററീസ്. ഇവിടെ ഗ്രൂപ്പ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിത്ത് ഓർ വിത്തൗട്ട് ഡൈനിങ് ഫെസിലിറ്റീസ് ആണ്. ഇവിടെ ഈ പേഴ്സൺസ് സെയിം ഫാമിലിയിലെ മെമ്പേഴ്സ് അല്ല. ദെൻ ഒരു റൂമിലോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള സീരീസ് ഓഫ് റൂംസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സ്കൂൾ, കോളേജ് ഡോർമിറ്ററീസ്, സ്റ്റുഡൻസ് ഹോസ്റ്റൽ ആൻഡ് മിലിറ്ററി ബറാക്സ്. ദ നെക്സ്റ്റ് Subdivision A-4 അപ്പാർട്ട്മെൻറ്റ് ഹൗസസ്, അതായത് ഫ്ലാറ്റ്സ്. These include any building or structure in which living quarters are provided for 3 or more families living independently of each other and with independent cooking facilities. ഇവിടെ 3 അതിൽ കൂടുതലോ ഫാമിലീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ലിവിങ് ക്വാർട്ടേഴ്സ് പോലത്തതാണിത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, അതുപോലെ കുക്കിംഗ് ഫെസിലിറ്റീസും ഇൻഡിപെൻഡൻ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് അപ്പാർട്ട്മെൻറ്റ് ഹൗസ്, അതുപോലെ മാൻഷൻസ്, ദെൻ ചോൾസ്. ലാർജ് ഡ്വെല്ലിംഗ് ഹൗസ് ആണ് മാൻഷൻസ്. 4-5 സ്റ്റോറി വരുന്ന, അതിൽ തന്നെ ഓരോ ഫ്ലോറിലും ഒരുപാട് റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിനെയാണ് ചോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് Subdivision A-5 ഹോട്ടൽസ്. These include any building or group of buildings under single management in which sleeping accommodation is provided with or without dining facilities for hotels classified up to 4-star category.
സബ്ഡിവിഷൻ A-5 വരുന്നത് ഹോട്ടൽസ് ആണ്. ഇവിടെ സ്ലീപ്പിംഗ് അക്കോമഡേഷൻസ് വിത്ത് ഓർ വിത്തൗട്ട് ഡൈനിങ് ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 4 സ്റ്റാർ കാറ്റഗറി വരെയുള്ള ഹോട്ടൽസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. നെക്സ്റ്റ് സബ്ഡിവിഷൻ A-6. സബ്ഡിവിഷൻ A-6 വരുന്നത് സ്റ്റാർ ഹോട്ടൽസ് ആണ്. ദിസ് ഇൻക്ലൂഡ് ദി ഹോട്ടൽസ് ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദി കൺസേൺഡ് അതോറിറ്റീസ് ആസ് 5 സ്റ്റാർ ആൻഡ് എബോവ് ഹോട്ടൽസ്. 5 സ്റ്റാർ മുതൽ മുകളിലേക്ക് വരുന്ന ഹോട്ടൽസ് എല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് ഗ്രൂപ്പ് ബി, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്സ്. ദീസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ സ്കൂൾ, കോളേജ്, അതർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡേ കെയർ പർപ്പസസ് ഇൻവോൾവിംഗ് അസംബ്ലി ഫോർ ഇൻസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ ഓർ റിക്രിയേഷൻ ഫോർ നോട്ട് ലെസ് ദാൻ 20 സ്റ്റുഡൻസ്. എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്സിൽ വരുന്നത് സ്കൂള്, കോളേജ് അതുപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ 20 സ്റ്റുഡൻസിൽ കുറയാത്ത രീതിയിൽ റിക്രിയേഷൻ, എഡ്യൂക്കേഷണൽ അതുപോലെ ഇൻസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ഡേ കെയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിങ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് സബ് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സബ്ഡിവിഷൻ B-1, സ്കൂൾസ് അപ് ടു സീനിയർ സെക്കൻഡറി ലെവൽ. സബ്ഡിവിഷൻ B-1 വരുന്നത് ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള സ്കൂൾസ് ആണ്. ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ ഗ്രൂപ്പ് ഓഫ് ബിൽഡിംഗ്സ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് ഫോർ സ്റ്റുഡൻസ് നോട്ട് ലെസ് ദാൻ 20 ഇൻ നമ്പർ. ഇവിടെ 20 സ്റ്റുഡൻസിൽ കുറയാത്ത രീതിയിലായിരിക്കും ഈ ഒരു ബിൽഡിങ്സ്. നെക്സ്റ്റ് സബ്ഡിവിഷൻ B-2, ഓൾ അതർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദിസ് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ഓർ ഗ്രൂപ്പ് ഓഫ് ബിൽഡിംഗ്സ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് യൂസ്ഡ് ഫോർ സ്റ്റുഡൻറ് നോട്ട് ലെസ് ദാൻ 100 ഇൻ നമ്പർ. ഗ്രൂപ്പ് B-2 മറ്റു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത്. ഇവിടെ 100 സ്റ്റുഡൻസിൽ കുറയാത്ത രീതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ഗ്രൂപ്പ് സി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ്. ദിസ് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് thereof which is used for purposes such as medical or other treatment or care of persons suffering from physical or mental illness, disease or infirmity, care of infants, convalescents or aged persons, and for penal or correctional detention in which the liberty of the inmates is restricted. Institutional buildings വരുന്നത് ട്രീറ്റ്മെൻറ്റ് അതുപോലെ മെഡിക്കൽ പർപ്പസിനെല്ലാം വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ട്, അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫിസിക്കൽ, മെൻ്റൽ ഇൽനെസ്സിന് സഫർ ചെയ്യുന്ന പേഴ്സൺസിന് കെയർ ചെയ്യാൻ വേണ്ടി, അതുപോലെ ഇൻഫേർമിറ്റി, ഡിസീസൊക്കെ വന്നിട്ടുള്ള ആളുകളെ കെയർ ചെയ്യാൻ വേണ്ടി, ഫിസിക്കലി ഓർ മെൻ്റൽ വീക്ക്നെസ് ആണ് ഇൻഫേർമിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കെയർ ഓഫ് ഇൻഫൻസ്, ചെറിയ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, കൺവാളസൻസ്, ഒരു ഇൽനെസ്സിൽ നിന്നും റിക്കവർ ചെയ്ത് വരുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ, ഓർ ഏജ്ഡ് പേഴ്സൺസ്, പ്രായമായ ആളുകളെ സംരക്ഷിക്കാൻ, ഓർ പീനൽ ഓർ കറക്ഷണൽ ഡിറ്റൻഷൻ, അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായി ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി. ഇത്തരം ബിൽഡിങ്സ് ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ഓർഡിനറിലി പ്രൊവൈഡ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ദി ഒക്യുപ്പൻസ്. അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ഈ ഒക്യുപ്പൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക് സ്ലീപ്പിംഗ് അക്കോമഡേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിഫറെൻറ്റ് സബ് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സബ്ഡിവിഷൻ C-1, ഹോസ്പിറ്റൽസ് ആൻഡ് സാനിറ്റോറിയ. ഹോസ്പിറ്റൽസ് ആൻഡ് സാനിറ്റോറിയയിൽ വരുന്നത് ഹെൽത്ത് അതുപോലെ ഏജ് കാരണം ഫിസിക്കൽ ലിമിറ്റേഷൻസ് വരുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഹോസ്പിറ്റൽ, ഇൻഫർമറീസ്, സാനിറ്റോറിയ, നഴ്സിംഗ് ഹോംസ്. ദെൻ സബ്ഡിവിഷൻ C-2, കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചിൽഡ്രൻസ് അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബിൽഡിങ്സ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഹോംസ് ഫോർ ദി ഏജ്ഡ് ആൻഡ് ഇൻഫേം, കൺവാളസെന്റ് ഹോംസ് ആൻഡ് ഓർഫനേജസ്. ഓർഫനേജ് അതുപോലെ ഏജായ ആളുകൾക്ക് വേണ്ടിയുള്ള വൃദ്ധസദനങ്ങൾ, ഇതൊക്കെയാണ് ഈ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത്. ദെൻ സബ്ഡിവിഷൻ C-3, പീനൽ ആൻഡ് മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിയമപരമായിട്ട് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ജയിൽസ്, പ്രിസൺസ്, മെന്റൽ ഹോസ്പിറ്റൽസ്, മെന്റൽ സാനിറ്റോറിയ ആൻഡ് റീഫോർമേറ്ററീസ്. അപ്പോൾ ഇതിൽ ജയില്, പ്രിസൺസ്, അതുപോലെ മെന്റൽ ഹോസ്പിറ്റൽസ്, മെന്റൽ സാനിറ്റോറിയ, അതുപോലെ റീഫോർമേറ്ററീസ് എല്ലാം. റീഫോർമേറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗുണ പരിഹാര പാഠശാല, ചെറിയ കുട്ടികളൊക്കെ പണിഷ്മെന്റിന് വേണ്ടിയിട്ട് താമസിപ്പിക്കുന്ന സ്ഥലമാണ്. ബാക്കി വരുന്നത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.